മോഹൻലാൽ ഇത്ര 6 കൊല്ലത്തിലൊരു കോമാളിയായി മാറുന്നൊരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരുന്നത്. അത് മലയാളത്തിൽ ഇനി എത്ര വലിയ സിനിമ ചെയ്താലും മലയാളത്തിൽ അത്രയുള്ള കളക്ഷൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഇതുവരെ നമുക്കില്ല. ഒരു കട്ട മോഹൻലാൽ ഫാനോട് ഇങ്ങനെ ചോദിക്കാവോ? ഇന്നലെ തന്നെ ട്രെയിലർ കണ്ടപ്പോൾ ഞെട്ടി പാണ്ടാറടങ്ങിയിരിക്കുക. ഒരു രക്ഷയില്ല. വിജയിക്കണമെന്നാലും പ്രാർത്ഥിക്കുന്നത്. ലാലേട്ടനെ കളിയാക്കാൻ ആർക്കും പറ്റില്ല. ലാലേട്ടനെ പറയുമ്പോൾ ഈ ചവിട്ടി അണ്ണാക്കകത്ത് കയറ്റുന്ന ഒരു മറുപടി തന്നെ ആയിരിക്കും മാർച്ച് 27 എന്താ പറയുക, നമ്മൾ 2019 പുള്ളിയെ ഈ മെനയിൽ കണ്ടതാണ്. അതിന് ശേഷം പിന്നെ മോഹൻലാൽ ഇത്ര 6 കൊല്ലത്തിലൊരു കോമാളിയായി മാറുന്നൊരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പം അതിൽ നിന്ന് വീണ്ടും പുള്ളിയെ ഈ ഒരു മെനയിൽ വീണ്ടും തിയേറ്ററിൽ കാണുമ്പോൾ ഒരു സന്തോഷം. എമ്പുരാൻ്റെ ട്രെയിലർ ഇന്നലെ വന്നത് പ്രകാരം വലിയൊരു ഇത് തോന്നിയില്ല. ട്രെയിലർ കണ്ടിട്ട് തോന്നിയില്ല. അതിനേക്കാളും ആദ്യം ഇറങ്ങിയ ടീസർ നല്ലതായിരുന്നു എന്ന് ഫീൽ ചെയ്തു. അടുത്ത ആഴ്ച പടം വരട്ടെ. അങ്ങ് അത്രയൊന്നും വരുന്നില്ല. അത് മലയാളത്തിൽ ഇനി എത്ര വലിയ സിനിമ ചെയ്താലും മലയാളത്തിൽ അത്രയുള്ള കളക്ഷൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഇതുവരെ നമുക്കില്ല. ഇനി കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിൽ KGF നേടിയതുപോലെയൊക്കെ വല്ലതും അത്ഭുതകരമായിട്ട് നേടി അത്രേ ഉള്ളൂ. എമ്പുരാനാണോ? എമ്പുരാൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അറിഞ്ഞൂടാ കേട്ടോ. അത് ട്രെയിലർ കണ്ടിട്ട് അങ്ങനെ ഒരു ഇതൊന്നും മറുപടിയൊന്നും പറയാൻ തോന്നിയില്ല. ലാലേട്ടൻ തിരിച്ചു വന്നാൽ മതിയായിരുന്നു ഇനിയെങ്കിലും 6 കൊല്ലത്തിന് ശേഷം. എക്സ്പീരിയൻസ് അന്ന് കണ്ട ആ ഒരു അതിൽ നിന്നും വേറെ ഒരു ബോറടി അങ്ങനെ അത് റിലീസ് ആകുമ്പോൾ നമുക്ക് ചെറിയൊരു ഇതുണ്ടാവില്ലേ, അതൊന്നുമില്ല. പുതിയൊരു പടം കണ്ട ഫീൽ തന്നെയാണ്. ഞാനൊരു 3 വട്ടം കണ്ടുണ്ട്. പക്ഷേ ആ തിയേറ്റർ കാണാൻ വേണ്ടിയാണ് വീണ്ടും വന്നത്. എസ്പെഷ്യലി ലാസ്റ്റ് സീൻ കാണാൻ തന്നെയാണ് വീണ്ടും ഓടി വന്നത്. ഫസ്റ്റ് ഡേ കണ്ടാണ്. അതിലും നമുക്ക് അവിടെ മറ്റേ റിലീസ് പടങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അതൊന്നുമില്ല. ഒരു പുത്തൻ പടം കാണുന്നത് തന്നെ എന്തായാലും എമ്പുരാൻ കാണാൻ അതിനൊരു തുടർച്ചയായിട്ട് കാണാനുള്ള വെയിറ്റിംഗിലാണ് വന്നത്. എക്സ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ കിട്ടിയാൽ മതി. വേറെ വർഷങ്ങളൊന്നുമില്ല. കളിയാക്കാൻ ലാലേട്ടൻ ഒരു 40 വർഷമായാലും അഭിനയിക്കാൻ പറഞ്ഞു. പിന്നെ ആളെ കളിയാക്കേണ്ട കാര്യമില്ല. എല്ലാം അതിനകത്ത് തന്നെ ആളും ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി പുള്ളി പുതിയ പരീക്ഷണങ്ങളായിട്ട് പടങ്ങളായിട്ട് പറ്റാതുള്ളൂ. ലാലേട്ടനെ കളിയാക്കാൻ ആർക്കും പറ്റില്ല. വീണ്ടും രോമാഞ്ചല്ല. പിന്നെ എന്നാ പറയാനാ? ഒരു കട്ട മോഹൻലാൽ ഫാനോട് ഇങ്ങനെ ചോദിക്കാവോ? പിന്നെ എമ്പുരാൻ ഇന്നലെ തന്നെ ട്രെയിലർ കണ്ടപ്പോൾ ഞെട്ടി പാണ്ടാറടങ്ങിയിരിക്കുക. ഒരു രക്ഷയില്ലായിരിക്കും പടം. ഓഫ് കോഴ്സ് എന്താ ചോദിക്കുക, ടിക്കറ്റ് കിട്ടിയില്ല. ബുക്ക് മൈ ഷോ നാളെ വരുമല്ലോ. 500 കോടി നമുക്കും പറയാം. പക്ഷേ കിടക്കാച്ച സാധനമായിരിക്കും. രോമാഞ്ചം ഒന്നും പറയാനില്ല. കിടിലനല്ലേ. ലാലേട്ടനെ കളിയാക്കിയവർക്കൊക്കെ കിടിലിനൊരു മറുപടി ആയിരിക്കും കേട്ടോ. ഇന്നലെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ആ ഒരു എഫക്റ്റ് ആയിരുന്നു. പക്ഷേ രക്ഷയില്ല. ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ്. പിന്നെ കൊള്ളാം. ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല, ഞാൻ ആദ്യം ഇറങ്ങിയ ടൈമിൽ ഞാൻ വന്നായിരുന്നു. അപ്പോൾ അപ്പോഴുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെ ഇപ്പോഴും കാണുമ്പോൾ. എമ്പുരാനിലുള്ള പ്രതീക്ഷ അതിപ്പോൾ ഫസ്റ്റിനേക്കാളും ഒരു 2-3 പടി മുകളിലാണ്. കാരണം നമ്മളിപ്പോൾ ട്രെയിലർ ആയാലും ടീസർ ആയാലും നമ്മൾ കാണുന്ന ആ ഒരു എക്സ്പെക്റ്റേഷൻ ആയാലും ആ ഒരു മേക്കിംഗ് ആയാലും എല്ലാം കുറച്ച് ഇൻ്റർനാഷണൽ ആ ഒരു ലെവലിലാണ് മേക്കിംഗ് എല്ലാം. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മാറ്റമെന്ന് പറഞ്ഞാൽ മാറ്റണമല്ലോ. കാരണം മോഹൻലാലിൻ്റെ ഒരു ഹിറ്റ് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ പടം വന്നിട്ട് ഒരുപാട് നാളായി. അപ്പോൾ വരണം. തിരിച്ച് വന്നല്ലോ മോഹൻലാൽ, നേരെ സിനിമയിൽ വന്നല്ലോ. പിന്നെ ഇടയ്ക്ക് 2-3 സിനിമ ഫ്ലോപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല, ആവറേജ് ആ ഒരു ലെവലിൽ പോയി. ഇനി ഈ ഒരു സിനിമ വരണമല്ലോ. കൊള്ളാം, നല്ല സിനിമയാണ്. അന്ന് കണ്ട ഒരുപാട് കാലത്തിന് ശേഷമാണ് കാണുന്നത്. അപ്പോൾ കുറേ കൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നു. എമ്പുരാൻ ഞങ്ങൾ വർഷം കാണാൻ വേണ്ടി പോവാണ് 5 മണിക്കുള്ള. സൂപ്പർ, തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ എൻ്റെ ആൾക്കാരുടെ അഭിപ്രായമൊക്കെ അങ്ങനെയാണ് വരുന്നത്. പിന്നെ ടിക്കറ്റിൻ്റെ ഇതൊക്കെ അങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ വരട്ടെ, എല്ലാം വന്നിട്ട് പറയാം. അടിപൊളി. എമ്പുരാൻ വിജയിക്കണമെന്നാലും പ്രാർത്ഥിക്കുന്നത്. നന്നായിരിക്കും. ഞാൻ ബസ്സോടെ വൈകുന്നേരം പോകുള്ളൂ. സൂപ്പറായിരുന്നു ബ്രോ, നല്ല അടിപൊളി. ഞാൻ ഫസ്റ്റ് എനിക്ക് മുമ്പ് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം ഇപ്പോൾ കണ്ടപ്പം ആ തിയേറ്റർ എക്സ്പീരിയൻസ് മുഴുവനായിട്ട് കിട്ടി. അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഓരോ ഫൈറ്റ് ആയാലും സൂപ്പറാണ്. മുമ്പ് നമ്മൾ കണ്ടാണല്ലോ ടി വിയിൽ പലതവണ. പക്ഷേ തിയേറ്ററിൽ കാണുമ്പോൾ അത് വേറെ എക്സ്പീരിയൻസ് ആണ്. സൂപ്പറായിരുന്നു എന്തായാലും. എമ്പുരാൻ പിന്നെ നല്ലപോലെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പൃഥ്വിരാജ് എന്തായാലും അടിപൊളിയാക്കും എന്നൊരു വിശ്വാസമുണ്ട്. അതിനുള്ള മറുപടി ആയിരിക്കും. അതിനുള്ള മാത്രമല്ല, മോളിവുഡ് ഒരു വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പോകുന്നൊരു പടമായിരിക്കും എമ്പുരാൻ എന്തായാലും. ഫസ്റ്റ് 500 കോടി അടിക്കുന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും എമ്പുരാൻ പ്രതീക്ഷയുണ്ട്. എമ്പുരാൻ ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നൊന്നുമില്ല, പ്രതീക്ഷയുണ്ട്. പടം ആക്ച്വലി നല്ല രസമുണ്ടല്ലോ. എനിക്ക് പടം ഇറങ്ങിയ സമയത്ത് ആക്ച്വലി കാണാൻ പറ്റുന്നില്ല. അന്ന് കുറച്ച് കാര്യങ്ങൾ ഇറങ്ങി പടം അന്ന് മിസ് ചെയ്തു ഞാൻ ബേസിക്കലി. സോ അപ്പം ഇന്ന് വന്ന് കണ്ടപ്പം ഒറ്റ കുറവ് തോന്നിയത് ക്രൗഡിൻ്റെ കുറവാണ്. ഞാൻ വന്ന ഷോയ്ക്ക് ഉള്ള ക്രൗഡിൻ്റെ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഷോയ്ക്ക്. പക്ഷേ തിയേറ്ററിൽ കണ്ടപ്പം ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അത് വളരെ വിഷമമാണ്. കാരണം ഇത്രയും ഏറ്റവും കൂടുതൽ ആളുകൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഇമേജ് ഷോയിൽ അറൗണ്ട് 4 ലക്ഷത്തിലധികം ഇൻട്രസ്റ്റ് ഉള്ളൊരു സിനിമയുടെ അത് നല്ലൊരു സിനിമയാണ് റിലീസാണ് വരാൻ പോകുന്നത്. അപ്പോൾ അത് കാണാൻ ഷോ ക്യാൻസൽ ചെയ്യുന്നുള്ളത് തന്നെ നമ്മൾ അത് ഇത് തിയേറ്ററിൽ അന്ന് കാണാൻ പാടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ടാവും. അപ്പോൾ അവർക്ക് എന്താണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ തോന്നുന്നത്. എന്തായാലും ഇത് നിങ്ങൾ ഫുൾ ക്രൗഡിൽ ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റുന്ന വലിയ വയലൻസ് ഒന്നും ഇല്ലാതെ എന്നാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഹൻലാൽ മൂവിയാണ്. സോ ഇത് തിയേറ്ററിൽ വന്ന് കാണണമെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ഈ ട്രെയിലർ പോലും ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രാത്രി വന്നത്. അത് ഇന്ന് രാവിലെ 5 മണിയായപ്പം കണ്ടാണ് അത് കണ്ടത് തന്നെ. അപ്പം ഇത് ഇന്ന് 1:30 ഇറങ്ങേണ്ട സാധനം എന്താ ഈ സമയത്ത് ഇറങ്ങിയെന്ന് ചിന്തിച്ചു. പക്ഷേ കണ്ടപ്പം മൈൻഡ് ബ്ലോയിങ് ആണ്. സോ
പൃഥ്വിരാജിലാണ് എക്സ്പെക്ടേഷൻ. കാരണം പുള്ളി ലാലേട്ടനെ ഉപയോഗിക്കാൻ അറിയാവുന്ന ചുരുക്കുന്ന ഡയറക്ടേഴ്സ് ഒരാളാണ് കറൻ്റ് പൃഥ്വിരാജ്. സോ 500 എത്ര കോടി എന്നുള്ളതിലുപരി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം മറ്റേ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് എടുത്താലും ഒരു 6 മിനിറ്റ്സ് മാത്രം എങ്ങാണ്ട് ഡ്യൂറേഷൻ അധികം കാണിക്കുന്നുള്ളൂ. 2 മണിക്കൂർ 59 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. ബട്ട് എന്നിരുന്നാൽ പോലും ഈ പടം പിടിച്ചിരുത്താമെങ്കിൽ പിന്നെ അതിന് എന്തുകൊണ്ട് പറ്റിക്കൂടാ? എന്തായാലും നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. പിന്നെ ഈ ശിവാലാട്ടനെ പടത്തിൽ പറയുമ്പോൾ ഈ ചവിട്ടി എണ്ണക്കകത്ത് കയറ്റുന്ന ഒരു മറുപടി തന്നെ ആയിരിക്കും മാർച്ച് 27 നല്ല പ്രതീക്ഷയുണ്ട്. കാരണം അതനുസരിച്ച് നാളെ ബുക്കിംഗ് വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പറ്റും. കട്ട വെയിറ്റിംഗ് ആണ്.